ഒരു ചെറുപൂ വിരിയുന്ന കാലം, ഒരു തിരിനാളം തെളിയുന്ന നേരം. വിശുദ്ധ വീതിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സ്വർഗപിതാവിന്റെ കരങ്ങളിൽ നിന്ന് വിശുദ്ധിയോടെ കുഞ്ഞുങ്ങളെ സ്വീകരിച്ച് സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിതം നയിക്കുവാൻ കുടുംബങ്ങളെ സഹായിക്കുക. ഇതാണ് ഏഞ്ചൽസ് ആർമിയുടെ ലക്ഷ്യം. സ്വർഗത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് മധുരമൊഴിക്ക് ശേഷം ഏഞ്ചൽസ് ആർമി നിങ്ങൾക്കായി വീണ്ടും ഒരുക്കുന്നു വിശുദ്ധ വീതി, എ ഫാമിലീസ് ജേർണി ടു ഹോളിനെസ്. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം കുഞ്ഞുങ്ങളെ പറ്റിയിട്ടാണ്. കുഞ്ഞുങ്ങളുടെ കൊച്ചു കൊച്ചു സങ്കടങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പരിശീലിപ്പിക്കാം എന്നതിനെ കുറിച്ചിട്ടാണ്. ഇന്നിവിടെ ഈ ടോപ്പിക്കുമായി സംസാരിക്കുവാനായി നമ്മുടെ കൂടെ എത്തിയിരിക്കുന്നത് ഇതിന് ആപ്റ്റ് ആയിട്ടുള്ള രണ്ടുപേരാണ്. വൈക്കത്തിൽ നിന്നും ജോസഫ് ഏട്ടനും മിനി ചേച്ചിയാണ്. വെൽക്കം ചേട്ടാ, വെൽക്കം ചേച്ചി. ചേട്ടാ, ഞങ്ങൾ ഈ ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്തപ്പോൾ ശരിക്കും എങ്ങനെയാണ് ഒരു പാരൻ്റ് എന്നുള്ളൊരു നിലയിൽ ശരിക്കും മക്കളെ മോൾഡ് ചെയ്തെടുക്കുമ്പോൾ ഇത് മക്കൾ ഹാൻഡിൽ ചെയ്യണതിനെക്കാട്ടും കൂടുതൽ നിങ്ങളെങ്ങനെയാണ് ഇവരെ ഇങ്ങനത്തെ ഓരോ ടഫ് സർക്കംസ്റ്റൻസസ് അവരുടെ ലൈഫിൽ വരുന്ന ഓരോ പ്രശ്നങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് എങ്ങനെയാണ് നിങ്ങൾ മോൾഡ് ചെയ്തെടുത്തേക്കുന്നത്? ഞാൻ കുട്ടികളിൽ കണ്ട ഒരു 3 പ്രധാനപ്പെട്ട ഒരു സങ്കടം, ഒന്ന് മാനസികമായിട്ട് അവർക്കുണ്ടാകുന്ന സങ്കടം, ഒന്ന് ശാരീരികമായിട്ടുണ്ടാകുന്ന സങ്കടം, പിന്നെ ഒന്ന് സൗകര്യങ്ങളുടെ പരിമിതി. സൗകര്യങ്ങളുടെ പരിമിതിയെക്കുറിച്ച് നമ്മൾ ആദ്യം പറയുകയാണെങ്കിൽ, ഇപ്പം ഞാൻ 3 കുഞ്ഞുങ്ങൾ ആദ്യം വിദേശത്ത് ജനിച്ചതിന് ശേഷമാണ് ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ച് വന്നത്. അപ്പോൾ തിരികെ വന്നപ്പോൾ ഞങ്ങൾ തിരഞ്ഞെടുത്ത വീട് ഒരു ചെറിയ സാധാരണ ഞങ്ങൾ അവിടെ താമസിച്ച 2 ബെഡ്റൂം ഫ്ലാറ്റ്, ഇവിടെ അതുപോലെ 2 ബെഡ്റൂം വീട് തന്നെ ആണ് ഞങ്ങൾക്ക് ലഭിച്ചത്. അത് അവിചാരിതമാണെങ്കിലും അത് ദൈവഹിതമായിരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിച്ചു. അപ്പോൾ ഞങ്ങൾ അതിൽ താമസം ആരംഭിച്ചു. അപ്പോൾ അന്ന് ഞങ്ങൾ കുഞ്ഞുങ്ങളൊക്കെ ചെറുതായിരുന്നു. അപ്പം 3 കുഞ്ഞുങ്ങൾ ക്രമേണ അവർ വലുതായി. പിന്നെ ദൈവം 3 കുഞ്ഞുങ്ങളെ കൂടി തന്ന് അപ്പോൾ 6 പേരായി. അപ്പം മെമ്പേഴ്സ് കൂടിയപ്പോൾ സൗകര്യങ്ങളുടെ പരിമിതി ദൃശ്യമായി തുടങ്ങി. അപ്പം അവർക്കും അത് ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവരുടെ സിംഗപ്പൂരിലെ അവരുടെ ഓർമ്മകളും അവർ ഇപ്പോഴത്തെയായിട്ട് കമ്പയർ ചെയ്യുമ്പം സൗകര്യങ്ങൾ കുറവാണല്ലോ, പലതും തികയുന്നില്ല, പലതും അങ്ങനെയുള്ള കംപ്ലയിൻസുകൾ കേൾക്കുവാനായിട്ട് തുടങ്ങി. അപ്പോഴത്തേക്ക് ഞാൻ അവരടുത്ത് പറയും, ദൈവം നമുക്ക് ഈ ഒരു സാഹചര്യം നമുക്ക് അനുവദിച്ചത് നമുക്ക് സമ്പന്നമായൊരവസ്ഥയിലും അതേപോലെ ഈ ഒരവസ്ഥയിലും നമുക്ക് 2 രീതിയിലും നമുക്ക് എങ്ങനെ നമുക്ക് ജീവിക്കാമെന്ന് ഉള്ളൊരു പരിശീലനം, അത് ഈ അധികം കുട്ടികൾക്കൊന്നും ലഭിക്കുന്നതല്ല. ആ ഒരു പരിശീലനം ദൈവം നമുക്ക് അനുവദിച്ചു. അതുപോലെ നമുക്ക് ഇപ്പം ഞങ്ങൾ ഈ വർഷം മുതൽ കുഞ്ഞുങ്ങളെ സ്കൂൾ ബസ്സിൽ നിന്ന് മാറ്റി മുതിർന്ന കുഞ്ഞുങ്ങളെ സാധാരണ ലൈൻ ബസ്സിലാണ് സ്കൂളിൽ പോകുന്നത്. അപ്പം അവർക്ക് പ്രകൃതിയുമായിട്ടൊന്ന് ഇണങ്ങുവാനായിട്ടും, പ്രകൃതിയിൽ ഇപ്പം അവർ പോകുമ്പോഴത്തേക്കും ആൾക്കാരെ കാണും, ഇപ്പം പട്ടി ഒക്കെ പോകുമ്പോൾ പട്ടിയെ പേടിക്കാതെ പോകുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പഠിക്കുവാനും, അപ്പം ആ സാഹചര്യങ്ങളായിട്ട് എങ്ങനെ ബസ്സിൽ എങ്ങനെ കയറാൻ ടിക്കറ്റ് എടുക്കാം, അങ്ങനെ പബ്ലിക് ട്രാൻസ്പോർട്ട് എങ്ങനെ സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാം, അതൊക്കെ അവർക്ക് പരിശീലനം ലഭിക്കുകയാണ്. ഇത് പല കുട്ടികൾക്കും ഇന്ന് അത് അപ്രാപ്യമായി തീരുകയാണ്. കാരണം നമ്മളവർ സുരക്ഷിതമായി പൊതിഞ്ഞു വരുന്തോറും അവർ ഇതിൽ നിന്നെല്ലാം ഉൾവലിഞ്ഞ് അവരൊരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. അപ്പം പിന്നീട് ഞങ്ങൾ ഓരോ കാര്യങ്ങൾ, ഇപ്പം അവർക്ക് വിഷമങ്ങൾ ദുഃഖങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ അവർ കൊച്ചു ആഗ്രഹങ്ങൾ, ചില ഭക്ഷണ സാധനങ്ങൾ വേണം, അല്ലെങ്കിൽ ബേക്കറി എന്ന ഐറ്റം വേണം കൂട്ടുകാരൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾക്കത് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കാതെ വരാറുണ്ട്. അപ്പം ഞങ്ങളത് പറയും, നമുക്കത് ഈശോയോട് പ്രാർത്ഥിക്കാം, ഈശോ തരും. അബ്രഹാം പറഞ്ഞ പോലെ മോറിയാമിലേക്ക് കയറുമ്പോൾ പറഞ്ഞ പോലെ ദൈവം നമുക്ക് തരും. അത് അത്ഭുതം എന്ന് പറയുന്നത് നമ്മൾ 1-2 ദിവസങ്ങൾക്കുള്ളിൽ ആരെങ്കിലും ഗസ്റ്റ് വീട്ടിലേക്ക് വരുമ്പം ഇവരാഗ്രഹിച്ച അതേ ഐറ്റം അത് സമൃദ്ധിയിൽ അവർക്ക് കിട്ടുകയാണ്. അപ്പോൾ അവരത് കഴിച്ച് അവർ തൃപ്തി അടയുകയാണ്. അപ്പോൾ അത് കേട്ട് അവർക്ക് അപ്പോൾ അവരുടെ ജീവിതത്തിൽ അത് സാക്ഷ്യമായി തീരുകയാണ്. അപ്പോൾ അത് വന്ന് വൈകുന്നേരം കുടുംബ പ്രാർത്ഥനയ്ക്ക് അവർ നന്ദി പറയുന്നു. അപ്പോൾ ദൈവപരിപാലനം അവരെ അത് എക്സ്പീരിയൻസ് ചെയ്യുകയാണ്. പിന്നീട് അപ്പം ശാരീരികമായ സഹനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ഈ വേദനകൾ, കാലുവേദന, ചെവി വേദനയൊക്കെ ഉണ്ടാകുമ്പം അവർ തന്നെ ഈ ശുദ്ധിരസത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി ആ വേദന സമർപ്പിക്കുന്നതായിട്ട് അവർ പറയാറുണ്ട്. അങ്ങനെ സമർപ്പിക്കുമ്പം ആ വേദന സബ്സൈഡ് ചെയ്യുന്നതായിട്ടും അവർ പറയാറുണ്ട്. അപ്പോൾ ഞങ്ങൾ പലപ്പോഴും അത് വേദന മാറിയിട്ടാണ് അവർ പലപ്പോഴും ഞങ്ങളടുത്ത് പറയുന്നത്. ചേച്ചിക്ക് എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനുണ്ടോ? തീർച്ചയായിട്ടും
ഞാനിപ്പം ചേട്ടായി പറഞ്ഞപ്പോൾ ഓർക്കുമായിരുന്നു, കുഞ്ഞുങ്ങൾ ഇതുപോലെ തന്നെ സ്കൂളിൽ പോയിട്ട് അപ്പോൾ ഒരു മോളിങ്ങനെ കൂട്ടുകാരി കൊച്ചിനോടിങ്ങനെ സംസാരിക്കുന്നില്ല. അപ്പോൾ എപ്പോഴും കാണും മുഖം കറുപ്പിച്ച് കാണിക്കും. അപ്പോൾ സംസാരിക്കുമ്പോഴൊക്കെ മുഖം കൊണ്ട് ഗോഷ്ടി കാണിക്കും. അപ്പം കൊച്ചിന് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പം ഒരു ദിവസം ഞാൻ ചോദിച്ചു, എന്താ മോളെ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഒരു കാര്യമുണ്ട്, പക്ഷെ അമ്മയോട് എപ്പം പറഞ്ഞാലും അമ്മ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനേ പറയുള്ളൂ, അതുകൊണ്ട് ഞാനത് പറയാതിരുന്നാന്ന് പറഞ്ഞു. മോള് പറ, ഞാൻ ചോദിച്ചു. അപ്പം കൊച്ചു പറയത് അങ്ങ് പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞു. അപ്പോൾ അത്രയും നല്ല സങ്കടം ഉള്ളി വെച്ചുകൊണ്ട് നടക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ശരി നമുക്ക് ഇന്ന് തൊട്ട് കുടുംബ പ്രാർത്ഥനയിൽ ഒരു രഹസ്യം ആ കൊച്ചിന് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം, നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റിയല്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ ടീച്ചേഴ്സിനോട് മാതാപിതാക്കളോട് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞു. കഴിഞ്ഞ അധ്യയന വർഷം കഴിഞ്ഞു. ഈ വർഷം ആയപ്പം ഈ കൊച്ചു എപ്പം കണ്ടാലും സംസാരിക്കുന്നു, ചിരിക്കുന്നു. അപ്പോൾ അവൾക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. തീർച്ചയായിട്ടും നമ്മൾ പ്രാർത്ഥിച്ചാൽ ഈശോ അതിന് മറുപടി തരും. അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങൾ ഏഞ്ചൽസ് ഹാർട്ട് മിനിസ്ട്രിയിൽ നിന്ന് കുഞ്ഞുങ്ങളുടെ ദശാംശം ഇടാൻ വേണ്ടി സുഹൃതച്ചെപ്പ് ഒരു കുടുക്ക തന്നു വിട്ടായിരുന്നു. അപ്പോൾ ഇവരോട് പറഞ്ഞ് ഇവർക്ക് കിട്ടുന്നത്, നമ്മൾ പേരൻസിൻ്റെ ദശാംശമല്ല, ഇവർക്ക് കിട്ടുന്നതിൽ നിന്ന് ഉള്ള ദശാംശം ഇവർ സൂക്ഷിക്കാനായിരുന്നു. അപ്പോൾ ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു ദിവസം ഞങ്ങളുടെ ഇടവകപ്പള്ളിയിൽ ഇച്ചിരി ദൂരെയാണ്, ഏകദേശം ഒരു 2.5 കിലോമീറ്റർ. അപ്പോൾ ഞങ്ങൾ ബസ്സിന് അവരെ വിടുന്നത് കാറ്റക്കിസത്തിന്. അല്ലാത്ത ദിവസങ്ങളിൽ ഡെയിലി മാസിന് വേറൊരു പള്ളിയിലാണ് പോകുന്നത്, അടുത്തുള്ള പള്ളിയിൽ. അപ്പോൾ ഈ കുഞ്ഞ് അന്ന് പോയിട്ട് തിരിച്ചു വന്നത് ഇവർ നടന്നു പോന്നു ഈ 2.5 കിലോമീറ്റർ. ഞങ്ങൾ അറിഞ്ഞില്ല, പക്ഷെ സന്ധ്യയായി, വൈകുന്നേരത്തെ കുർബാനയായിരുന്നു. അപ്പം ചോദിച്ചു മോനെ ഇത് കുടുക്കയിലിടാനാണ്. അത് ഭയങ്കര ഞങ്ങൾക്ക് തന്നെ ഒരു ഭയങ്കര അതിശയമായിട്ട് തോന്നി. അതുപോലെ തന്നെ വേറൊരു മോള് ഇങ്ങനെ എന്നോടാരും കൂട്ടുകൂടുന്നില്ല. അപ്പോൾ അതും കൊച്ചിന്, അത് LKG പഠിക്കുന്ന കൊച്ചാ. അപ്പോൾ എന്നോട് ആരും കൂട്ടുകൂടുന്നില്ല, എന്താ മോളെ ചോദിച്ചപ്പോൾ കരയുക. അന്ന് അതും ഇതുപോലെ തന്നെ ഞങ്ങൾ ഹാൻഡിൽ ചെയ്തു. പ്രാർത്ഥിക്കുക, നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പം കുടുംബ പ്രാർത്ഥന സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ പറഞ്ഞ ടീച്ചറിൻ്റെ നമ്പർ ഇതായി, കുഞ്ഞു കൊച്ചല്ലേ. അപ്പം ഞാനൊന്ന് വിളിച്ചു, എനിക്ക് ടീച്ചറിനെ കിട്ടിയില്ല. അപ്പോൾ പിറ്റേ ദിവസം ഞാൻ പറഞ്ഞു വിട്ടു, മോളെ നീ ടീച്ചറിന് പറയണം, അമ്മ വിളിച്ചായിരുന്നു കിട്ടിയില്ല. അപ്പോൾ കൊച്ചത് ചെന്ന് പറഞ്ഞത് ടീച്ചറിന് മനസ്സിലായി. അപ്പോൾ ഇത് അവിടെ ഉണ്ട് ഡെയിലി പിള്ളേരുടെ ഇടയിലുള്ളതുകൊണ്ട്. അപ്പോൾ ടീച്ചർ പറഞ്ഞു, ആരാ ഈ മോളോട് കൂട്ടുകൂടുന്നത്? അപ്പോൾ എല്ലാവരും കൈപൊക്കി. അപ്പോൾ അന്ന് തിരിച്ചു വന്നപ്പം ഞാൻ ചോദിച്ചു, മോൾ ടീച്ചറിന് പറഞ്ഞോ? അപ്പോൾ ഇന്ന് എല്ലാവരും ടീച്ചർ ചോദിച്ചു. അപ്പോൾ എല്ലാവരും കൈപൊക്കി, എല്ലാവരും എന്നോട് കൂട്ടുകൂടുമെന്ന്. അപ്പം പിറ്റേ ദിവസം തൊട്ട് അവൾ ഒത്തിരി ഹാപ്പി ആയിരുന്നു. അതുപോലെ തന്നെ ഇപ്പം ബർത്ത്ഡേക്ക് ഇപ്പം എല്ലാവർക്കും ഡ്രസ്സ് മേടിക്കാൻ എല്ലാ മാസങ്ങളിലും ബർത്ത്ഡേ ഉണ്ട്. ചില സമയങ്ങളിൽ നമുക്ക് പരിമിതികളുണ്ടല്ലോ. അപ്പോൾ ഇവർക്ക് ഫീസ് അടയ്ക്കണം. അപ്പം CBSE സിലബസിൽ നമ്മൾ വിടുന്നത്. അപ്പം ബർത്ത്ഡേക്ക് ഡ്രസ്സൊക്കെ വാങ്ങിക്കേണ്ട സമയം വരുമ്പം ഞങ്ങൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞങ്ങളുടെ അടുത്തുള്ള ടെക്സ്റ്റൈൽസിൽ ഓഫർ വരും ആ വർഷത്തിൽ ഒരു മാസം. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ എല്ലാവർക്കും ഉള്ള ഡ്രസ്സ് മേടിച്ച് വെക്കും. അപ്പോൾ ആ മാസം, എല്ലാ മാസങ്ങളിലല്ല വാങ്ങുന്നത്, ആ മാസം മാത്രം. അപ്പം അവരത് ബർത്ത്ഡേ വരെ സൂക്ഷിച്ച് വെച്ച് അന്നിടും. അപ്പോൾ അതൊക്കെ അങ്ങനെ അത് വെയിറ്റ് ചെയ്യാനും അങ്ങനെയൊക്കെ ഉള്ള ഒരു മനോഭാവത്തിലേക്ക് കുഞ്ഞുങ്ങൾ വരുന്നതായിട്ട് കണ്ടു. പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ട്രെൻഡിലുള്ള ലേറ്റസ്റ്റ് ഫാഷനുള്ള ഡ്രസ്സ് അല്ലായിരിക്കാം, പക്ഷെ എന്നാലും അവർ അതുകൊണ്ട് തൃപ്തിയാണ്, ഇത് മതി എന്നുള്ള രീതിയിൽ. പുതിയ ഡ്രസ്സാണ്. അതപ്പോൾ മറ്റുള്ളവർ ചോദിക്കുന്നത് എത്രയായി, നല്ല ഡ്രസ്സാണല്ലോ എന്ന് വരെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓഫറിൽ കിട്ടി കഴിയുമ്പോൾ പിള്ളേർ ഹാപ്പിയാണ്. അതുപോലെ തന്നെ പിന്നെ കുടുംബ പ്രാർത്ഥനയിൽ മുട്ടുകുത്തുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾ ഇപ്പോൾ എല്ലാവരും നമ്മൾ നമ്മുടെ കാലത്തൊക്കെ സമയത്ത് നമ്മൾ ആദ്യം തൊട്ട് അവസാനം വരെ നമ്മൾ മുട്ടുകുത്തുമായിരുന്നു. ഇപ്പം പിള്ളേർക്ക് പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് ഇപ്പോൾ ചില കുഞ്ഞുങ്ങൾ അവർ ചെല്ലുന്ന രഹസ്യത്തിന് മാത്രം മുട്ടുകുത്തും, ചിലർ ആദ്യം തൊട്ട് അവസാനം വരെ മുട്ടുകുത്തും. അപ്പോൾ ഇവർ ആ മുട്ടുകുത്തുന്ന കുഞ്ഞാണെങ്കിൽ ഇപ്പോൾ നടുവിന് കാലിനുവേനാണെങ്കിൽ അവൾ എങ്ങനെയെങ്കിലുമൊക്കെ ആ കുഞ്ഞ് അതങ്ങ് പൂർത്തിയാക്കും. അത് കണ്ടിട്ട് മറ്റുള്ളവരും ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എന്തായാലും ഇതിനെപ്പറ്റി കൂടുതൽ നമ്മൾക്ക് കുറച്ചും കൂടി ഡീപ്പായിട്ട് അറിയാനായിട്ട് നമുക്ക് ടോജിനും മീനുടെ അടുത്തേക്ക് പോവാം. അവരുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റിനെയും കാണാം. ഹായ് ടോജൻ. ഹായ് മീനു. താങ്ക് യു മനു. താങ്ക് യു എൽറിയ. ഇന്ന് നമ്മുടെ ഒരു അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് ഷേള ചേച്ചിയാണ്, കോട്ടയത്തു നിന്ന്. ചേച്ചിയുടെ ഹസ്ബൻഡ് ജോസി ചേട്ടൻ, 6 മക്കളുണ്ട്. ചേച്ചി നേഴ്സായിരുന്നു. പിന്നെ കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടിയിട്ട് അത് ഒന്ന് ബ്രേക്ക് ചെയ്തു. പിന്നെ 10 വർഷത്തെ ഒരു ഗ്യാപ്പിന് ശേഷം ഇപ്പം MPhil പഠിക്കുന്നു. അപ്പം ചേച്ചി വിശുദ്ധ വീതിയിലേക്ക് സ്വാഗതം. താങ്ക് യു. നമ്മുടെ കുഞ്ഞു പിള്ളേർ, ഇതൊരു ചെറിയ സംഭവമായിട്ട് തോന്നാതിരിക്കാം. കുഞ്ഞു പിള്ളേർക്ക് അവരുടെ ചെറിയ ചെറിയ സങ്കടങ്ങളുണ്ട്, വിഷമങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ
അവർക്ക് ഏറ്റെടുക്കാനുള്ള അവരെ എങ്ങനെ അതിനൊന്ന് പരിശീലിപ്പിക്കാൻ പറ്റുക മാതാപിതാക്കൾക്ക്? എല്ലാറ്റിനും പരിഹാരമുള്ളത് യേശു ക്രിസ്തുവിൽ മാത്രമേ ഉള്ളൂ. അപ്പം അവരെ കുഞ്ഞിലെ തന്നെ ആ എല്ലാത്തിനും സൊല്യൂഷനുള്ള ആ ദൈവത്തിലേക്ക് നയിക്കുക എന്നാണ് ഒരു മാതാപിതാക്കൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം. ഞാൻ കഴിഞ്ഞ ഏഞ്ചൽസ് ആർമിയുടെ ഒരു ഫാമിലി റിട്രീറ്റിൽ ഒരച്ഛൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുന്നു. അച്ഛൻ പറഞ്ഞത്, a successful parent is the one who is able to bring up the children who can deny themselves, carry the cross and follow Jesus. ശരിക്കും ഇതെനിക്ക് വലിയൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു. അപ്പം ഞാൻ പിള്ളേരെ അവർ വേദനകളായിട്ട് വരുമ്പം ആദ്യം തന്നെ മരുന്ന് കൊടുക്കാതെ ചെറുതൊക്കെ സാരമില്ല പോട്ടെ എന്ന് വെക്കാൻ വിടും. ഒരു മുറിവ് വന്നാൽ തന്നെ അത് തന്നെ കരിയും. ഒരു ചെറിയ പനി വരുമ്പോഴത്തേക്ക് ഉടനെ മരുന്ന് കൊടുക്കാതെ കുറേയൊക്കെ നമ്മുടെ നാച്ചുറൽ ദൈവം തന്നിരിക്കുന്ന കുറേ നാച്ചുറൽ ഡിഫെൻസസ് നമ്മുടെ ബോഡിയിലുണ്ടല്ലോ, അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ. അപ്പോൾ ഞാൻ എപ്പോഴും പിള്ളേരോട് പറയും, ദൈവത്തിന് തന്നെ അതൊരു ഹീലിംഗ് പ്രോസസ്സ് നമ്മുടെ ഉള്ളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അത് തന്നെ ദൈവം അതിലൂടെ അവരെ ഹീൽ ചെയ്യും. പക്ഷെ അതും കഴിഞ്ഞിട്ട് പോകുമ്പോൾ അവർക്ക് സഹിക്കാൻ വരുമ്പോൾ ഞാൻ പറയും, നമുക്ക് ഈശോയിലേക്ക് പോവാം, ഈശോയുടെ അടുത്ത് പ്രാർത്ഥിക്കാം. ആനാവെള്ളം എപ്പോഴും ആനാവെള്ളം ഇവർക്ക് കൊടുക്കും. ഇവർക്ക് വലിയ വിശ്വാസമാണ് പിള്ളേർക്ക് ആനാവെള്ളം. അപ്പം ആനാവെള്ളം കൊടുത്ത് കുറേ കുഞ്ഞു കുഞ്ഞു അസുഖങ്ങളൊക്കെ അങ്ങനെ തന്നെ അങ്ങ് പരിഹരിച്ച് പോവും. പിന്നെ പ്രാർത്ഥിക്കാൻ മരുന്ന് കൊടുക്കുമ്പോഴൊക്കെ മരുന്നോ ലേപനോ ഔഷധമോ അല്ല, ദൈവത്തിൻ്റെ വചനമാണ് എന്നെ സുഖപ്പെടുത്തുന്നുള്ളൊരു വചനം പറഞ്ഞുകൊണ്ടാണ് മരുന്ന് കൊടുക്കുന്നത്. അപ്പോൾ ചില സമയത്തൊക്കെ ഞാൻ പറയും, നിങ്ങൾ ഈ കുരിശ് വരയ്ക്കുമ്പം നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവിടെ പറയുമ്പോഴത്തേക്ക് ഈശോ ആണ് ഡോക്ടറിലൂടെയും മരുന്നിലൂടെയും പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ ഈശോയിൽ നിന്ന് തന്നെ നിങ്ങൾ നേരിട്ട് മേടിക്കുക. അപ്പം മിക്കവാറും കുരിശ് വരയ്ക്കുമ്പോഴായിരിക്കും മിക്ക പ്രശ്നങ്ങളും പൊന്തി വരുന്നത്. യു ആർ സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഹീലർ. അപ്പോൾ നിങ്ങൾ ഈശോയോട് തന്നെ നേരിട്ട് പറയാൻ. പിന്നെ വേറെ ഒരു കാര്യമാണ്, ഈ 6 മക്കളുള്ളപ്പം എല്ലാവരെയും ഇൻഡിവിജ്വലി നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പല കാര്യങ്ങളും അവർ തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു എക്സാമ്പിൾ എന്ന് പറയുമ്പം എൻ്റെ രണ്ടാമത്തെ കൊച്ചിന് നല്ല പല്ലുവേദനയായിരുന്നു. കുറേ നാളായിട്ട് പല്ലുവേദനയുണ്ട്. അപ്പം ഞങ്ങൾ ഈ വീട്ടിൽ പറയുന്ന എപ്പോഴും ഈശോയോട് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ആനാവെള്ളം എടുക്കുക, കുർബാനയിൽ സമർപ്പിക്കുക എന്ന് പറയുന്ന കാര്യം അവളുടെ മനസ്സിലുണ്ടായിട്ട് അവൾ ഒരു ദിവസം അവൾ ഓൾമോസ്റ്റ് 1 month അവൾ ഈ കുർബാന സ്വീകരിക്കുമ്പം ആ ഈശോയുടെ തിരുരക്തവും ശരീരവും ആ പല്ലിൻ്റെ അടുത്ത് വെച്ചിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ അവൾക്ക് തന്നെ കുറേ ഹീലിംഗ് കിട്ടിയായിരുന്നു. അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ 3 നന്മ നിറഞ്ഞ മറിയമേൽ അവർക്ക് വിശ്വാസമുണ്ട്. ചെറിയ ചെറിയ പ്രാർത്ഥനകൾ 3 നന്മ നിറഞ്ഞ മറിയമയുടെ വിശ്വാസം നമുക്കുണ്ടല്ലോ. അപ്പം 3 നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലിക്കും. അപ്പം നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശ്വാസങ്ങളുണ്ടല്ലോ, വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവരെ പരിശീലിപ്പിക്കാം. കുറച്ച് കഴിയുമ്പം എന്നാ എടുക്കും, നമ്മളില്ലാത്തപ്പോഴും അവർക്ക് വേറെ ആരും ഇല്ലാത്തപ്പോൾ അവരിത് ചെയ്ത് അവർ തന്നെ ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നതായിട്ട്. മറ്റേത് ഓരോ വിഷമഘട്ടങ്ങൾ വന്നാൽ എക്സാമിൻ്റെ സമയത്ത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളപ്പോൾ ഞാൻ പറയും, പരിശുദ്ധാത്മാവാണ് ഏറ്റവും വലിയൊരു ടീച്ചർ. നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് ചോദിക്കുക. അപ്പോൾ അവർ ഒരു വചനം പഠിച്ചിട്ട് പഠിക്കാനിരിക്കുമ്പോഴത്തേക്ക് ഈസി ആയിട്ട് പലപ്പോഴും അവർക്ക് തോന്നാറുണ്ട്. അതെ, തീർച്ചയായും ചേച്ചി, പരിശുദ്ധാത്മാവിനെ സാധിക്കുള്ളൂ. പിള്ളേരുടെയൊക്കെ പരീക്ഷാ പേടിയും ആ ഒരു വിഷമമൊക്കെ ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ പരിശുദ്ധാത്മാവ് തീർച്ചയായിട്ടും അവരെ സഹായിക്കും. അതൊരു നല്ലൊരു ആംഗിളാണ്. ചേച്ചിക്ക് 6 പിള്ളേരാണ്. ഈ 6 പിള്ളേരെയും എങ്ങനെ ഈ റെസ്പോൺസിബിലിറ്റീസ് ഹാൻഡിൽ ചെയ്യാൻ ചേച്ചി പരിശീലിപ്പിച്ചത്? ഞാൻ സൈക്യാട്രിക് നഴ്സിംഗ് പഠിച്ചുകൊണ്ട് ഞാൻ കുറേയൊക്കെ സൈക്കോളജി ആയിരുന്നു ആദ്യത്തെ കാലഘട്ടത്തിലൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ശരിക്കും ഞാനൊരു ചാർട്ട് വരച്ചിട്ട് ഇവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ചെയ്ത് കഴിയുമ്പോൾ ഒരു സ്റ്റാർ കൊടുക്കും, ഒരു 5 സ്റ്റാർ കഴിയുമ്പോൾ ഒരു സമ്മാനം കൊടുക്കും. ഈ ഒരു മെത്തേഡിൽ കുറേ നാൾ പോയപ്പോഴത്തേക്ക് എനിക്ക് നല്ല പോസിറ്റീവ് ഫീഡ്ബാക്ക് ആയിരുന്നു. ഇവർ എന്ത് ചെയ്യാൻ പറഞ്ഞാലും ഭയങ്കര ഇൻട്രസ്റ്റോടുകൂടി ചെയ്യുന്നു. അല്ലെങ്കിൽ ഇന്ന ജോലി ചെയ്യുമ്പം ഓരോ കാര്യത്തിന് 2 രൂപ വെച്ച് അല്ലെങ്കിൽ അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നപ്പം ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു പണിയെടുക്കാൻ. പക്ഷെ കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് തന്നെ വന്നു, ഐ റിയലൈസ്ഡ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത് ഒരു റിവാർഡ് കിട്ടാൻ വേണ്ടി മാത്രമായിരുന്നു എന്ന്. അപ്പം പിന്നെ ഞാൻ പറയും, അങ്ങനെ അല്ലായിരിക്കണം ഒരു ക്രിസ്ത്യൻ. അപ്പം റിവാർഡ് ഇല്ലെങ്കിൽ അവരത് ചെയ്യത്തില്ല. അപ്പോൾ ഞാൻ പതുക്കെ റിവാർഡ് അങ്ങ് മാറ്റി. അപ്പോൾ ഞാൻ നോക്കിയപ്പം ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ്ലി സ്റ്റോപ്പായി. അവർ തന്നെ പറയാൻ തുടങ്ങി, ഇത് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല, പിന്നെ എന്തിനാ ചെയ്യുന്നത്? ഓരോ പണി ചെയ്യുക എന്ന് പറയുന്നത് അവരെ തമ്മിൽ അവരെ സംബന്ധിച്ചൊരു വിഷമമാണല്ലോ. തീർച്ചയായിട്ടും അതൊരു റിവാർഡ് കിട്ടുമ്പോൾ ഒരു സുഖ, അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ താല്പര്യമില്ല. അപ്പം മൂത്തവരൊക്കെ അനിയത്തിമാരുടെയും കുഞ്ഞുങ്ങളുടെയൊക്കെ തുണി തേച്ചുകൊണ്ടിരുന്നവർ പോലും പറഞ്ഞു, പൈസ കിട്ടത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് എന്താ ചെയ്തിട്ട് എന്നാ കിട്ടാനാണ്. അപ്പം അത് കഴിഞ്ഞപ്പോൾ ഞാൻ പതുക്കെ പറഞ്ഞു, ഇറ്റ് ഈസ് ആർ റെസ്പോൺസിബിലിറ്റി, അവർ ഡ്യൂട്ടി. അപ്പോൾ നമ്മളിതൊക്കെ പൈസയ്ക്ക് വേണ്ടി അല്ല ചെയ്യേണ്ടത്. ഒരു കുടുംബത്തിലായിരിക്കുമ്പോൾ ഇതെല്ലാം നമ്മൾ തന്നെ നോക്കിയും കണ്ടും ചെയ്യേണ്ടതാണ്. പക്ഷെ നോക്കിയപ്പോൾ ഇവരൊന്നും ചെയ്യുന്നില്ല. അവസാനം ഞാൻ പിന്നെ അടുത്ത
എൻ്റെ ഒരു അടുത്ത ഒരു സ്റ്റെപ്പായിരുന്നു പണിഷ്മെൻറ്റ്. ഞാൻ പിന്നെ അവരോട് ചെയ്തില്ലെങ്കിൽ ഞാൻ കുറച്ച് ബെനിഫിറ്റ്സ് സ്റ്റോപ്പ് ചെയ്തു. ഇത് ചെയ്യാതെ നിങ്ങൾക്ക് കളിക്കാൻ പോകാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഇത് ചെയ്താലേ ഇന്ന കാര്യങ്ങളുള്ളൂ, അല്ലെങ്കിൽ ഇത് ചെയ്തില്ലെങ്കിൽ അടി കിട്ടും. ഈ ടെക്നീക്ക് അങ്ങ് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ആദ്യമൊക്കെ കുഴപ്പമില്ലായിരുന്നു. അവസാനമായപ്പോൾ എൻ്റെ എനർജി ലെവൽ അങ്ങ് താഴ്ന്നല്ലാതെ ഞാൻ അവിടെ ഇല്ലെങ്കിൽ പഴയ വീണ്ടും ശങ്കരൻ തെങ്ങൽ, അതായിരുന്നു അവസ്ഥ. സ്നേഹത്തോടെ ചെയ്യാൻ പറ്റാത്ത, അവർക്ക് ഉള്ളിൽ നിന്ന് തോന്നിയല്ല ചെയ്യുന്നത്, എന്നെ പേടിച്ചിട്ടോ അല്ലെങ്കിൽ ഞാൻ അടിക്കുന്നുള്ള പേടിയും കൊണ്ടായിരുന്നു അവർ ചെയ്യാതെ വന്നത്. അപ്പോൾ പലരും പറയാൻ തുടങ്ങി നിൻ്റെ എനർജി ലെവൽ വെറുതെ കളയുന്നതല്ലാതെ. ഞാൻ അവിടെ ഉള്ളപ്പം വളരെ നല്ല പിള്ളേർ, ഞാനില്ലാത്തപ്പം നേരെ തലതിരിച്ചായിരുന്നു. അപ്പോൾ പിന്നെ ഞാനോർത്ത് എൻ്റെ ഡ്യൂട്ടി അവിടെ ഒരു പോലീസ്മാൻ്റെ സെക്യൂരിറ്റിയുടെ ഒരു അമ്മയുടെ റോളല്ല അവിടെ. പിന്നെ എനിക്ക് പിന്നീടാണ് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഇൻസ്പിറേഷനോട് ഞാൻ ന്യൂ ടെസ്റ്റമെൻറ്റിലെ പിള്ളേരെ പോലെ ആക്കണം. നമ്മൾ ആസ് എ ക്രിസ്ത്യൻ നമ്മൾ വെറും നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ വേണ്ടി ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഒരു ക്രിസ്ത്യൻ ആയിട്ട് വളരണമെങ്കിൽ നമ്മുടെ പുതിയ നിയമത്തിൽ പറഞ്ഞ പോലെ ഗോ ആൻ എക്സ്ട്രാ മൈൽ. ഒരാൾ ഒരു കവള് അടിച്ചെടുത്തും ഒറ്റ കവള് കാണിക്കണമെന്നുള്ളൊരു ഈ ഒരു വാല്യൂ സിസ്റ്റം ഇവരുടെ ഉള്ളിൽ ഡെവലപ്പ് ആക്കണമെങ്കിൽ എനിക്ക് മനസ്സിലായി അത് വേറൊരു രീതിയിൽ വേണം ഇവരെ ഒന്ന് പരിശീലിപ്പിക്കാൻ. അങ്ങനെ പരിശീലിപ്പിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത്ര എളുപ്പമല്ല, ഉള്ള കാര്യമല്ല, നല്ല റെസിസ്റ്റൻസ് ഉണ്ട്. എന്നുവെച്ചാൽ പിള്ളേരോട് ഞാൻ ചോദിച്ചു, ഇതെന്താ ഇവിടെ ഇങ്ങനെ അഴുക്കായിട്ട് കിടക്കുന്നത്? അത് മറ്റവൻ്റെ ജോലിയാണ്. ഇതെന്തുകൊണ്ട് നിങ്ങളിത് ചെയ്തില്ല? അത് വേറെ ഒരാൾ ചെയ്യേണ്ട കാര്യമാണ്. അവരും അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ എനിക്ക് മനസ്സിലായി ഇവർക്ക് ആ കോൺസെപ്റ്റ് മനസ്സിലാക്കണമെങ്കിൽ ഇവരെല്ലാവരും കൂടെ ഒന്നിച്ച് കൂട്ടിയിട്ട് ഞാൻ പറഞ്ഞു, മത്തായി 6:19 മുതലുള്ള വചനങ്ങൾ വായിച്ചേൽപ്പിച്ചു, സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടുന്ന കാര്യം. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്ത് കാര്യം സ്നേഹത്തോടെ ചെയ്താൽ ഈ ലോകത്തിൽ പ്രതിഫലം ഇല്ലാതെ ചെയ്യുവാണെങ്കിൽ അത് നിങ്ങൾക്ക് സ്വർഗത്തിൽ നിക്ഷേപമായിട്ട് കൂട്ടും. സോ മെയിൻലി അവരോട് പറഞ്ഞ കാര്യങ്ങൾ, വി ഹാവ് ടു സ്റ്റാർട്ട് കളക്ടിങ് ട്രഷേഴ്സ് ഇൻ ഹെവൻ. അപ്പോൾ അതെന്ന് പറയുമ്പോൾ ആരും പറയാതെ നിങ്ങൾ മറ്റുള്ളവരുടെ ജോലി ആണേലും നിങ്ങൾ എന്തെങ്കിലും ഒരു ജോലി കണ്ടു, അല്ലെങ്കിൽ മറ്റുള്ളവർ വിഷമിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ 3 മുട്ടായേ ഉള്ളൂ, 6 പേരുണ്ട്, ഒരാൾ പറയുന്നു എനിക്ക് വേണ്ട, സോ ഐ എം ഡിനൈങ് മൈസെൽഫ്. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞ് സാക്രിഫൈസസും ഒരു വചനം അവരെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ആ കാര്യങ്ങളൊന്ന് പറഞ്ഞിട്ട് അവരോട് പറഞ്ഞു, നമുക്കിനിയും ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ സ്നേഹത്തോടെ ചെയ്യുവാണെങ്കിൽ സ്വർഗത്തിൽ നമുക്ക് നിക്ഷേപം കൂട്ടാം. അപ്പം അങ്ങനെ പറഞ്ഞ പിന്നെ ഇവർ കുറച്ച് കാര്യങ്ങളൊക്കെ ആ ഒരു സ്നേഹത്തോടെ ചെയ്യാൻ തുടങ്ങി. താങ്ക് യു ചേച്ചി. താങ്ക് യു വെരി മച്ച്. ബാക്ക് ടു യു മനു ആൻഡ് എൽറിയ. താങ്ക് യു ടോജൻ ആൻഡ് മീനു. ഭയങ്കര നല്ലൊരു കണ്ടന്റ് ആയിരുന്നു. ഇനി ഇതിനെപ്പറ്റി കൂടുതലായി നമ്മൾക്ക് അറിയാനായി നമ്മൾക്ക് ജെർനച്ചൻ്റെ അടുത്തേക്ക് പോവാം. ഓവർ ടു ഫിലിപ്പൈൻസ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുഞ്ഞുങ്ങളെ എങ്ങനെ അവരുടെ സങ്കടങ്ങൾ ഡീൽ ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കണം? എനിക്ക് തോന്നുന്നു ആദ്യം പേരൻസ് ആണ് കുറച്ച് കാര്യങ്ങൾ ഈ മേഖലയിൽ പഠിക്കേണ്ടത്. ഒന്നാമത്തെ പാഠം ഇതാണ്, കുഞ്ഞുങ്ങൾക്ക് അവരുടേതായ സങ്കടങ്ങൾ ഉണ്ടെന്നൊന്നും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് മാത്രമല്ല ജീവിതത്തിൽ പ്രശ്നങ്ങൾ, കുഞ്ഞുങ്ങൾക്ക് ഓരോ പ്രായത്തിലും അവരുടേതായ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടെന്ന് ആദ്യം പേരൻസ് ഒരു വിശാല ഹൃദയത്തോട് മനസ്സിലാക്കണം. ഒരു കുഞ്ഞുദാഹരണം പറയാം. വളരെ വളരെ റീസെൻ്റായിട്ട് എൻ്റെ ഫ്രണ്ട് പങ്കുവച്ചതാണ്. അവർ വേറെ സ്ഥലത്ത് താമസിക്കുമായിരുന്നു. റീസെൻ്റ് അവർ സ്ഥലം മാറി മറ്റു സ്ഥലത്തേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കുട്ടി കുഞ്ഞ് 2ാം ക്ലാസ്സിൽ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ സൺഡേ സ്കൂളിൽ പോകാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. പഴയ ഇടവകയിൽ വൺ ഓഫ് ദി ബെസ്റ്റ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഭയങ്കര വൈബ്രൻ്റ് ആയിട്ട് നല്ല ജീവനുള്ള കുട്ടിയാണ്. അപ്പോൾ ഈ പെൺകുട്ടി പുതിയ സ്ഥലത്ത് വന്നിട്ട് സൺഡേ സ്കൂളിൽ പോയി 2 ആഴ്ചയ്ക്ക് 3ാം ക്ലാസ്സിൽ പോകാൻ താല്പര്യമില്ല. ആ ദിവസം ആകുമ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്ക് ഞായറാഴ്ച ആകുമ്പോൾ പള്ളി പോകാൻ ഇഷ്ടമില്ല. അല്ലെങ്കിൽ 8 ദിവസം പോലും നിർബന്ധിച്ച് പള്ളി പോരുന്ന കുട്ടിയാണ്. പെട്ടെന്ന് ഇഷ്ടക്കുറവ്. അപ്പോൾ ആദ്യം അമ്മ പറഞ്ഞു, മോളെ പള്ളി പോലെ ഈശോക്ക് അങ്ങനെ പറഞ്ഞു. അഥവാ പിന്നെ വടിയെടുത്ത് പേടിപ്പിക്കുന്നൊക്കെ ആയി. അപ്പോഴത്തേക്ക് അവസാനത്തെ കൈ പറഞ്ഞു, ഇല്ല വികാരിച്ചിട്ടുണ്ടെങ്കിൽ വരാൻ പറയും, വികാരിച്ചെന്ന് വിളിച്ചോണ്ട് പോകുന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചു. അപ്പോഴാണ് കുട്ടി പറഞ്ഞത്, വികാരിച്ചിട്ടുണ്ടെങ്കിൽ വരട്ടെ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സ് തുറന്ന് പറയാനുണ്ടെന്ന്. അമ്മ ഞെട്ടിപ്പോയി. ഈ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന 7 അല്ലെങ്കിൽ 8 വയസ്സുള്ള കുട്ടിക്ക് എന്താ ഇത്രമാത്രം മനസ്സ് തുറന്ന് പറയാനുള്ളത്? ഇത് പറഞ്ഞിട്ട് കൊച്ചൊറ്റ പൊട്ടിക്കരച്ചിലും. അമ്മ ഇച്ചിരി വിവരമുള്ള അമ്മയായതുകൊണ്ട് അമ്മ അന്നേരം തന്നെ കെട്ടിപ്പിടിച്ച് കുഞ്ഞിനെ എടുത്തു മാറ്റിക്കൊണ്ടുപോയി കുറേ നേരം ആശ്വസിപ്പിച്ച്, പോട്ടെ വിഷമില്ല, അമ്മ സംസാരിക്കുക, എന്താ പ്രശ്നം? അപ്പോൾ കൊച്ചു കാര്യങ്ങൾ പറയാൻ തുടങ്ങി. പുതിയ സ്ഥലത്തേക്ക് മാറി വന്നതല്ലേ, കുഞ്ഞ് ഡിസ്ക്രിമിനേഷൻ ടീച്ചർ കാണിക്കുന്നത് കുഞ്ഞിക്ക് തോന്നൽ, കൂട്ടുകാരൊന്നും സ്നേഹിക്കുന്നില്ല എന്നൊരു തോന്നൽ. കാരണം മറ്റേ പള്ളിയിൽ ഭയങ്കര ഒത്തിരി നാൾ പഠിച്ച സ്ഥലമായിരുന്നല്ലോ. അപ്പോൾ അമ്മ ഇനിഷ്യേറ്റീവ് എടുത്ത് സൺഡേ സ്കൂളിൽ പോയി സംസാരിച്ചപ്പോൾ കുഞ്ഞു ബുദ്ധിമുട്ടുകളൊക്കെ ടീച്ചറുമായിട്ട് സംസാരിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചു.
ഇത്രയും മതി, ഇത്രയും കാര്യം സംഭവിക്കേണ്ടതുള്ളൂ. ആ കുഞ്ഞ് ഹാപ്പിയായി, കുഞ്ഞിന് വലിയൊരു ലോകം തുറന്നു കിട്ടി, വീണ്ടും ഓപ്പണായി. കുഞ്ഞുങ്ങൾക്ക് വിഷമങ്ങളുണ്ട് അവരുടെ ഓരോ പ്രായത്തിലും. പേരൻസ് അത് ആദ്യം അക്സെപ്റ്റ് ചെയ്യണം. കുഞ്ഞുങ്ങൾക്ക് വിഷമങ്ങളുണ്ട്. രണ്ടാമതായിട്ട് പേരൻസ് തന്നെ പഠിക്കേണ്ട ഒരു കാര്യം ഇതാണ്, കുഞ്ഞുങ്ങളെ പ്രോപ്പറായിട്ട് പ്രോപ്പർ സ്ഥലത്ത് പ്രോപ്പർ വ്യക്തികളോട് തന്നെ അത് എക്സ്പ്രസ് ചെയ്യാൻ പഠിപ്പിക്കുക ഈ വിഷമങ്ങൾ. അതായത് വീട്ടിൽ തന്നെ ഒന്നാമത് വീട്ടിലും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ മുമ്പിലും. ഈ രണ്ട് സ്ഥലമാണ് ഈ പ്രോപ്പർ എന്ന് പറഞ്ഞത്. പേരൻസിൻ്റെ മുമ്പിലും ദൈവത്തിന് മുമ്പിലും ഈ ഒരു വിഷമങ്ങൾ തുറന്നു വെക്കാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക. അതിനുവേണ്ടി പേരൻസ് ആദ്യം ആ ഒരു ആംബിയൻസ് വീട്ടിൽ ക്രിയേറ്റ് ചെയ്യണം. വലിയ ടെറർ ഫിഗറാണ് പേരൻസ് എങ്കിൽ ഒരു കുഞ്ഞ് നിങ്ങളുടെ മുമ്പിൽ ഓപ്പൺ ആവത്തില്ല. അല്ലെങ്കിൽ അപ്പൻ എപ്പോഴും ചൂടാവുന്ന വ്യക്തിയാണെങ്കിൽ ഒരിക്കലും കുഞ്ഞ് ഓപ്പൺ ആവത്തില്ല. കുഞ്ഞിനെ എല്ലാ കാര്യങ്ങൾക്കും ചൊറിഞ്ഞ് കറക്റ്റ് ചെയ്യുന്ന അമ്മയാണെങ്കിൽ കുഞ്ഞ് ഒരിക്കലും ഓപ്പൺ ആവത്തില്ല. കുഞ്ഞ് വിഷമങ്ങൾ പറയുമ്പോഴേ കിട്ടാൻ പോകുന്ന ഇമ്പാക്റ്റുകളെല്ലാം ഭീകരമാണെന്ന് കുഞ്ഞിന് പണ്ടേ അറിയാം. ഇവിടെ വന്ന് ഓപ്പൺ ആയാൽ കൂടുതൽ ഇടിയിട്ടുമെന്നറിയാം. അതുകൊണ്ടല്ലേ ഈ പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞ ടേംസ് ഒക്കെ പറയുന്നത്. പിള്ളേരെല്ലാം ഷെയർ ചെയ്യുന്നത് പിയർ ഗ്രൂപ്പിലാണ്. കാരണം എന്തറിയാമോ, ഫ്രണ്ട്സിന് അവരെ മനസ്സിലാവും, അവരുടെ ലാംഗ്വേജ് മനസ്സിലാവും, അവരെ ജഡ്ജ് ചെയ്യത്തില്ല, കുറേയൊക്കെ അവരുടെ കൂടെ നിൽക്കുമെന്നൊക്കെ അറിയാം. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾ കുഞ്ഞുങ്ങളുടെ ഷൂസിലേക്ക് ഇറങ്ങണം. ഗെറ്റ് ഇൻ ടു ദെയർ ഷൂസ് ആൻഡ് ട്രൈ ടു ബി എ ഫ്രണ്ട്. പിള്ളേർക്ക് നല്ലൊരു കൂട്ടുകാരിയാവാൻ ശ്രമിക്കുക ആദ്യം. അപ്പോൾ അവർ നിങ്ങളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യും, അവർക്ക് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പറ്റും. പിള്ളേർ നിങ്ങൾക്ക് ഒരു ട്രസ്റ്റ് തരും. എൻ്റെ അപ്പൻ്റെ മുമ്പിൽ എൻ്റെ അമ്മയുടെ മുമ്പിൽ ചെന്ന് പറഞ്ഞാൽ എന്നെ തല്ലാനും കൊല്ലാനും പോകുന്നില്ല, ഞാൻ ഹൃദയം തുറന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. ഇതാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. ഒരു ആംബിയൻസ് പ്രോപ്പർ സ്ഥലത്ത് എക്സ്പ്രസ് ചെയ്യാൻ അവർക്ക് അവസരം കൊടുക്കുക. നോൺ ജഡ്ജ്മെൻ്റലായിട്ട് ലിസൺ ചെയ്യും. നിങ്ങളുടെ മക്കൾക്കൊക്കെ എല്ലാത്തിനും സൊല്യൂഷൻ കൊടുക്കുന്ന ഉപദേശികളായി തീരല്ലേ. ഒരു പിള്ളേർ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോവില്ല, എല്ലാത്തിനും ഓടി നിന്ന് കറക്റ്റ് ചെയ്യാൻ പോകരുത്. ഒരു കുഞ്ഞും നിങ്ങളുടെ മുമ്പ് ഷെയർ ചെയ്യത്തില്ല, മറിച്ച് കേൾക്ക്, അഭിപ്രായങ്ങൾ ചോദിക്കുക, അഭിപ്രായങ്ങൾ പറ, ഇങ്ങനെയൊക്കെ ചെയ്താൽ നന്നാവും മോളെ എന്നൊക്കെ പറ. അപ്പോൾ കുഞ്ഞ് വീണ്ടും ഓപ്പൺ ആവും. അതാണ് ഫസ്റ്റ് കാര്യം. അതുപോലെ തന്നെ ഈ കുഞ്ഞിനെ മുമ്പിലേ നിങ്ങൾ ആദ്യമേ തന്നെ ഇങ്ങനെ ഒരു വാതിലടച്ചു കളഞ്ഞാൽ, കൊച്ചു പറയുന്ന കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾ ഉപദേശങ്ങൾ കറക്ഷൻ കൊടുത്താൽ കുഞ്ഞ് നിങ്ങളുടെ മുമ്പിൽ ഒന്നും തുറക്കില്ല. ആ കുഞ്ഞും വലുതാകുമ്പോൾ മറ്റു പലയിടങ്ങളിലും കംഫർട്ടബിളായ ഇടങ്ങളിൽ പോയി തുറന്ന് സംസാരിച്ച് ഇടപഴകി പോകും. ഇതിനെയൊക്കെ നമ്മൾ പിന്നീട് റിലേഷൻഷിപ്പ് എൻഗേജ് ചെയ്യുക എന്നൊക്കെ പറയുന്നത്. അതൊക്കെ പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യങ്ങളല്ലോ. കുഞ്ഞിന് വീട് സെക്യൂർ അല്ലെന്നും പേരൻസ് പോയി തുറന്നു പറയാൻ പറ്റത്തില്ലെന്നൊക്കെ ഈ തുറന്നു പറയാനൊരു കരുതൽ കിട്ടാൻ വേണ്ടിയൊക്കെ പോകുന്നത്. അവിടെ നിന്നൊക്കെ മറ്റ് പാപങ്ങളിലേക്കും തെറ്റുകളിലേക്കും കുഞ്ഞുങ്ങൾ വീണൊക്കെ പോകുന്നത്. അതുകൊണ്ട് ബാല്യത്തിലെ തന്നെ വീട് ഒരു സൗഹൃദത്തിൻ്റെയും ഒരു ഊഷ്മളതയുള്ള സ്ഥലമൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക. അടുത്തതായിട്ട് ഈ കുഞ്ഞുങ്ങളെ അവരുടെ വിഷമങ്ങൾ ഡീൽ ചെയ്യാൻ പഠിപ്പിക്കുമ്പോൾ അവരാദ്യം പഠിപ്പിക്കേണ്ട കാര്യം എന്ന് അറിയാമോ, പരാജയങ്ങൾ സ്വീകരിക്കാൻ പഠിപ്പിക്കുക. ആർട്ട് ഓഫ് ഫെയിലിയർ. നമ്മൾ ആർട്ട് ഓഫ് സക്സസ് പഠിപ്പിക്കാറുണ്ട്, ആർട്ട് ഓഫ് ഫെയിലിയർ എങ്ങും പഠിപ്പിക്കാറില്ല. എങ്ങനെ കുഞ്ഞുങ്ങൾ ഈ പരാജയം സ്വീകരിക്കാനായിട്ട്. ഒന്നാമതായിട്ട് കുഞ്ഞുങ്ങളെ നിങ്ങളിങ്ങനെ ഒരു പ്രഷർ ബോക്സ് ആക്കി എടുക്കല്ലേ. എല്ലായിടത്തും ഒന്നാമൻ, അല്ലെങ്കിൽ എല്ലായിടത്തും ഫസ്റ്റ്, എല്ലായിടത്തും ടോപ്പ്. നോ, പിള്ളേരുടെ കാലിബറൊക്കെ ഡിഫറെൻ്റ് അല്ലേ. അതുകൊണ്ട് ആ ഒരു അലവൻസൊക്കെ പിള്ളേർക്ക് കൊടുക്ക്. പിന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് തെറ്റാവരമൊന്നും ഇല്ലെന്ന് അവർ പറഞ്ഞ് മനസ്സിലാക്കണം കേട്ടോ. നിങ്ങൾക്ക് തെറ്റ് പറ്റാം. തെറ്റാവരം ഉള്ളത് പോപ്പിന് മാത്രമേ ഉള്ളൂ. അതും പ്രത്യേക കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ. ഭൂമിയിൽ എല്ലാ മനുഷ്യർക്കും തെറ്റ് പറ്റും. അതുകൊണ്ട് തെറ്റൊക്കെ പറ്റിക്കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് തിരുത്താം. പരാജയപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ചാൻസ് ഉണ്ട്. ഇനി ഇതൊന്നും എൻ്റെയൊന്നും അല്ല, എൻഡ് ഓഫ് ദ വേൾഡ് അല്ല എന്നൊക്കെ കുഞ്ഞുങ്ങൾ ചെറുപ്പത്തിൽ നിന്ന് മനസ്സിലാക്കട്ടെ. അതിനുള്ളൊരു സ്വാതന്ത്ര്യമൊക്കെ കുഞ്ഞുങ്ങൾ കൊടുത്ത് വളർത്ത്. തോറ്റോട്ടെ, കുഞ്ഞ് തിരിച്ചു വാ, അബദ്ധങ്ങളൊന്നും കാണിക്കാതിരുന്നാൽ മതി. പരാജയപ്പെട്ടോട്ടെ, വീണ്ടും നമുക്ക് ചാൻസ് ഉണ്ടല്ലോ, എല്ലാത്തിനും വിജയിക്കുന്നവരൊന്നും അല്ലല്ലോ മഹാന്മാരെന്നൊക്കെ കുഞ്ഞിലെ തന്നെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. ആ ഒരു സ്നേഹവും ഊഷ്മളതയൊക്കെ പേരൻസിന് ഉണ്ടാവണം. അടുത്തതായിട്ട് ഞാൻ പറഞ്ഞില്ലേ, പ്രോപ്പർ സ്ഥലം. ഒന്ന് വീടാണ്, രണ്ട് ദൈവത്തിന് മുമ്പിലാണ്. കുഞ്ഞിന് ദൈവത്തെ അവർക്ക് പറ്റാവുന്ന പ്രായത്തിൽ ഏറ്റവും ബാല്യത്തിൽ തന്നെ കൊടുക്കണം. അത് പ്രധാനപ്പെട്ട പാഠമാണ്. പൊടിക്കുഞ്ഞാവുമ്പോൾ തൊട്ട് തന്നെ ആ ഒരു പ്രായത്തിനനുസരിച്ച് ദൈവത്തെ പരിചയപ്പെടുത്തി കൊടുക്കണം. അതിന് ഏറ്റവും നല്ല മാതൃകാപരമായി ജീവിക്കുക എന്നുള്ളത് തന്നെയാണ്. ഫോർ എക്സാമ്പിൾ, വീട്ടിലൊരു ടെൻഷൻ, ഒരു സ്ട്രഗിൾ, ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസ് വരുന്നു. പേരൻസ് എന്താ ചെയ്യുന്നത്? പരസ്പരം അടിപിടിക്കാതെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ പോവാം എന്ന് പറഞ്ഞ് രൂപക്കൂടിന് മുമ്പിൽ പോയിരിക്കുന്നു. അല്ലെങ്കിൽ പെട്ടെന്നൊരു എമർജൻസി സിറ്റുവേഷൻ വരുന്നു, അല്ലെങ്കിൽ ഒരു ക്രൈസിസ്, രോഗം വരുന്നു. വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരും കൂടി ഒന്ന് പോയി നിത്യാരാധന ചാപ്പലിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ കുഞ്ഞിനെന്താ മനസ്സിലാവുന്നത്? പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പോകാനൊരിടമുണ്ട്, കേൾക്കാനൊരാളുണ്ട്, ഇരിക്കാനൊരു സ്ഥലമുണ്ട്. അത് കുഞ്ഞിന് മനസ്സിലാവണം. അപ്പോൾ കുഞ്ഞിന് നാച്ചുറലി സങ്കടങ്ങളൊക്കെ വരുമ്പോൾ പേരൻസിന് മനസ്സിലാവുന്നില്ലെങ്കിൽ പോലും കുഞ്ഞൊറ്റയ്ക്ക് പോയി ദൈവത്തിന് മുമ്പിലൊക്കെ ഇരിക്കും. കുഞ്ഞു പ്രാർത്ഥനകളൊക്കെ ചെല്ലും. അതൊക്കെ ഒന്ന് ചെറുപ്പത്തിൽ ശീലിപ്പിച്ച് കൊടുക്കണം. കുഞ്ഞുനാൾ തമ്പാച്ചി പിടിപ്പിച്ച് തുടങ്ങുന്ന ആ പ്രായം മുതൽ തന്നെ ഏജിനനുസരിച്ച് കുഞ്ഞിനെ ദൈവത്തെ പരിചയപ്പെടുത്തി കൊടുത്തി. ദൈവമാണ് എല്ലാത്തിനും മേൽ അപ്പർ ഹാൻഡ് ഉള്ളവൻ, എല്ലാ വിജയം നൽകുന്നവൻ അവനാണെന്നും അവൻ്റെ മുമ്പിൽ നീ ഒരിക്കലും തോക്കത്തില്ലെന്നും അവൻ തോക്കാൻ സമ്മതിക്കത്തില്ലെന്നും നിന്നെ തലകുനിക്കാൻ സമ്മതിക്കത്തില്ലെന്നും അവൻ നിന്നെ തലോടുമെന്നും നിന്റെ കണ്ണീരൊപ്പിത്തരുമെന്നൊക്കെ കുഞ്ഞിന് പഠിപ്പിച്ച് കൊടുക്കണം. ഓരോ പ്രായത്തിലും പറഞ്ഞും മാതൃക കൊണ്ടും. അതാണ് അടുത്ത പാഠം.
അടുത്ത വളരെ പ്രാക്ടിക്കലായൊരു കാര്യം, കുഞ്ഞുങ്ങളെ വീട്ടിലെ ഇല്ലായ്മകളും മല്ലായ്മകളൊക്കെ അറിയിപ്പിച്ച് വളർത്തണം. അത് ഓരോ പ്രായത്തിനനുസരിച്ച് അവർക്ക് മനസ്സിലാവുന്ന പ്രായത്തിൽ കൊടുക്കണം. എല്ലാം നിങ്ങൾ കൊണ്ട് കുഞ്ഞിന് കൊടുത്ത് വളർത്തരുത്. ചില പേരൻസ് ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, നമുക്കും ഒന്നും കിട്ടിയില്ല, ഇനിയിപ്പോൾ കടയും വില മേടിച്ചിട്ടായപ്പോഴും എൻ്റെ കുഞ്ഞിനത് കൊടുക്കണം. നോ, അത് വലിയ മണ്ടത്തര. കുഞ്ഞിനെന്താ കിട്ടുന്ന ഇമ്പാക്റ്റ്? എൻ്റെ പേരൻസ് എല്ലാം തരും, ഇല്ല തന്നില്ല, എനിക്ക് മേടിക്കാൻ അറിയാം, തന്നേ പറ്റൂ. അപ്പോൾ കുഞ്ഞിന് ചെറിയ പരാജയവും ചെറിയ ഇല്ലായ്മയും ചെറിയ സങ്കടവും ഏറ്റെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ചെറുപ്പത്തിലെ തന്നെ വീട്ടിലില്ലായ്മയും വല്ലായ്മയൊക്കെ കുഞ്ഞുങ്ങൾ കണ്ട് പഠിക്കട്ടെ. ഞാൻ ചെറിയ ഉദാഹരണം പറയാം. എൻ്റെ ഒരു ഫ്രണ്ട് നല്ല സാമ്പത്തിക നിലയിലൊക്കെ ഫാമിലി ആയിരുന്നു. പെട്ടെന്ന് അവർ കുറച്ച് ക്രൈസിസ് ഒക്കെ വന്ന് കുറേ സാമ്പത്തികമായി തകർന്നു പോയി, നല്ല ബുദ്ധിമുട്ടുകൾ. എന്നാൽ പുറമേ നോക്കുമ്പോൾ ആർക്കും കുഴപ്പം തോന്നത്തില്ല. അതാണല്ലോ വലിയ സാമ്പത്തിക നിലയുള്ളൊരു പെട്ടെന്ന് തകർന്നാലുള്ള പ്രശ്നം. പുറമേ നോക്കുമ്പോൾ ആർക്കും ഒരു പ്രശ്നം തോന്നത്തില്ല. അപ്പോൾ ഈ ഫാമിലി ഏറ്റവും ഇളയ കുഞ്ഞ് ഇപ്പോൾ 4ൽ പഠിക്കുകയാണ്. അപ്പോൾ അവൾക്കുൾപ്പെടെ അറിയാം വീട്ടിൽ പപ്പായി ക്രൈസിസ് ഉണ്ട്, എനിക്ക് ഫീസ് കൊടുക്കാൻ പോലും പപ്പാടെ പൈസ ഇല്ല, പല ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഈ കുഞ്ഞ് സ്കൂളിലെ ആർട്ട് ഫെസ്റ്റ് വന്നപ്പോഴത്തേക്ക് പപ്പായോട് പറയണം, പപ്പ ഈ വർഷം ഞാൻ പല സ്ഥിരം ചെയ്ത കാര്യങ്ങൾക്കൊന്നും ചേരുന്നില്ല, ഞാൻ മറ്റ് ചില ഇൻഡിവിജ്വൽ ഐറ്റംസിലേക്ക് അങ്ങ് ചേർന്നാണ് ആലോചിക്കുക. സംസാരിച്ച് വന്നപ്പോഴത്തേക്കാണ് കൊച്ചു പറയുന്നത്, പപ്പ ഞാൻ ഗ്രൂപ്പ് ഐറ്റംസിനൊക്കെ ചേരുമ്പോൾ എല്ലാവരെയും പോലെ ഡ്രസ്സൊക്കെ വാങ്ങിക്കണ്ടേ, അതിപ്പോൾ പപ്പായ്ക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഇൻഡിവിജ്വൽ ഐറ്റംസിനൊക്കെ ചേർന്ന് ഞാൻ വേറൊരു മേഖലയിൽ. ഈ പപ്പ പറയാണ്, ഇപ്പം ഞാൻ കരഞ്ഞുപോയി, ഹൃദയം തുറന്ന് കർത്താവ് നന്ദി പറഞ്ഞ് കരഞ്ഞുപോയി. എൻ്റെ കുഞ്ഞിന് മനസ്സിലായി ഈ വീട്ടിൽ പ്രശ്നമുണ്ട്, പപ്പായ്ക്ക് പ്രശ്നമുണ്ട്, പപ്പായ്ക്ക് ബുദ്ധിമുട്ടുണ്ട്. കുഞ്ഞ് തന്നെ സ്വന്തമായിട്ട് അവളുടെ സങ്കടങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുകയാണ്. ഇതാണ് പെർഫെക്റ്റ് പാരൻറ്റിങ്, ഇതാണ് ശരിക്കുള്ള പാരൻറ്റിങ്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ബാല്യം മുതൽ തന്നെ ഈ വിഷമങ്ങളും ബുദ്ധിമുട്ടുകൾ അറിഞ്ഞു വളരുമ്പോൾ അവർക്ക് തന്നെ അവർ ചുറ്റുപാടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് മനസ്സിലാക്കാനും അത് സ്വന്തമായിട്ട് ഹാൻഡിൽ ചെയ്യാനും പറ്റും. അത് വലിയൊരു കൃപയാണ്. എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖല പറയാനുള്ളത്, മാതാപിതാക്കളെ കുറച്ച് ചൈൽഡ് സൈക്കോളജിയൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് വലിയ സാഹചര്യങ്ങളിലും എങ്ങനെ എനിക്ക് അറിയാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. ഒന്നാമത്തെ കാര്യം ഇതാണ്, എല്ലാ പ്രശ്നങ്ങൾക്കും സാത്താൻ്റെ ഒന്നും അല്ല കേട്ടോ. അതാണ്, ചില കുഞ്ഞുങ്ങൾക്ക് സങ്കടമോ വിഷമോ ഒരു ഞെട്ടലൊക്കെ ഉണ്ടായാൽ പെട്ടെന്ന് തലയെ പിടിപ്പിക്കണം. നല്ല കാര്യം വൈദിക തല വെക്കുന്നത്, എല്ലാത്തിനും വൈദികർ കൈവെക്കുകയല്ല ചെയ്യേണ്ടത്. അതിനൊരു കൃപയുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ സൈക്കോളജിക്കലി ഡീൽ ചെയ്യേണ്ടതാണ്. കുഞ്ഞിന് ചില ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ചില പ്രശ്നങ്ങളൊക്കെ കാണുകയാണെങ്കിൽ അത് ഡീൽ ചെയ്യാൻ വേണ്ടി സ്കൂളിൽ തന്നെ ഒട്ടുമിക്ക സ്കൂളുകളിൽ നിന്ന് ചൈൽഡ് സൈക്കോളജിസ്റ്റ് അവൈലബിൾ ആണ്. നിങ്ങൾ അത് ഉറപ്പായിട്ട് നാണക്കേടെന്ന് വിചാരിക്കരുത്. കുഞ്ഞിൻ്റെ സങ്കടങ്ങൾ ഡീൽ ചെയ്യാനായിട്ട് അവർ പഠിപ്പിക്കുന്നതിൻ്റെ ഒരു ഭാഗം കൂടി ഇതാണ്. ട്രസ്റ്റ് വൃത്തിയായ ആൾക്കാരുടെ മുമ്പിൽ തുറന്ന് സംസാരിക്കും. പ്രത്യേകിച്ച് ഒരു കൗൺസിലറിൻ്റെ ഒക്കെ മുമ്പിലോ അല്ലെങ്കിൽ വൈദികൻ്റെ മുമ്പിലോ സിസ്റ്റേഴ്സിൻ്റെ മുമ്പിലോ അറിവുള്ള ആളുടെ മുമ്പിലൊക്കെ ഇതുപോലത്തെ കാര്യങ്ങൾ തുറന്നു വെക്കാനായിട്ട് ഒരു ഓപ്പൺനെസ് കൊടുക്കാൻ. എല്ലാം കൈവപ്പിന് തീരേണ്ട അല്ല, അത് പേരൻസ് ആദ്യം മനസ്സിലാക്കുക. അല്ലെങ്കിൽ പ്രശ്നം എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് വളർന്നു വരുമ്പോൾ അവരുടെ പ്രശ്നങ്ങളൊന്നും എക്സ്പ്രസ് ചെയ്യാനായിട്ട് സമ്മതിക്കുന്നില്ല. എന്ത് പറഞ്ഞാലും ഇപ്പോൾ ധ്യാനത്തിന് നോക്കും. ധ്യാനം നല്ലതാണ്, എപ്പോഴും നല്ലതാണ്, വൈദികനെ എപ്പോഴും നല്ലതാണ്. പക്ഷെ എല്ലാത്തിൻ്റെയും ഉത്തരം അതല്ല. അത് പേരൻസ് കൃത്യമായിട്ട് ആ ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. അടുത്തൊരു പ്രാക്ടിക്കൽ ടിപ്പ് എന്ന് പറയുന്നത്, ദയവ് ചെയ്ത് പേരൻസ് കുഞ്ഞുങ്ങളുടെ വിഷമങ്ങളുടെ ആഴം കൂട്ടരുത്. അതായത് ഒരു മുറിവുണ്ടെങ്കിൽ അവിടെ വെച്ച് ഉപ്പുമുളകും കൂടി ഇട്ട് ശരിയാക്കി കൊടുക്കരുത്. നല്ല ഉദാഹരണം ഇതാ, സ്കൂളുകളിലൊക്കെ PTA മീറ്റിംഗ് എന്ന് പറഞ്ഞ മനോഹരമായ ഒരു കലാപരിപാടി ഉണ്ടല്ലോ, ഓപ്പൺ ഹൗസ്. അതാണല്ലോ മനോഹരമായ ടൈം ഇപ്പോൾ, ഓപ്പൺ ഹൗസ്. ഈ ഓപ്പൺ ഹൗസിലൊക്കെ പോയിരിക്കുമ്പോൾ അല്ലേ തന്നെ കുഞ്ഞുങ്ങളുടെ സകലമാന അഭിമാനം ഇടിഞ്ഞിരിക്കുന്ന ദിവസം, അത് കീറി പറിച്ചു വെച്ചേക്കുന്ന ദിവസം ടീച്ചർമാരെല്ലാം കൂടി. അപ്പോഴാണ് ചില ടീച്ചർ ഇങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ പറയുമ്പോഴത്തേക്ക് പേരൻ്റെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് വെട്ടിക്കീറണം. അല്ലേലും ഇവൾ അങ്ങനെയാ, അല്ലേലും ഇവൻ അങ്ങനെ, ഞാൻ കാലവേല വരഞ്ഞുണ്ടാക്കിയിട്ടും ഒന്നും തല്ലി ശരിയാക്കണം എന്ന് പറഞ്ഞ് എല്ലാവരുടെ മുമ്പിൽ വെച്ച് കയ്യാങ്ങൾ നടത്തുന്ന ചീത്ത വിളിക്കുന്ന പേരൻസിനെ കണ്ടിട്ടുണ്ട്. ഇതൊരു ദുരന്താണിത്. നിങ്ങളുടെ മക്കൾക്ക് അന്നേരത്തിന് സങ്കടങ്ങളുണ്ട്, അവിടെ നിങ്ങളൊന്ന് ടീച്ചർമാരുടെ മുമ്പിലേക്ക് സ്വല്പം കൂടി മര്യാദയോടെ പെരുമാറണം. ടീച്ചറെ ഞാൻ ശ്രദ്ധിച്ചോളാം, അവൾക്ക് എനിക്കറിയാം, ഞാൻ ശ്രദ്ധിച്ചോളാം എന്നൊക്കെ പറഞ്ഞൊന്ന് പൊതിഞ്ഞ് പിടിക്കണം. ആ കുഞ്ഞിന് അവിടെ വേണ്ടത് കംഫർട്ടാണ്, വീണ്ടും കറക്ഷൻ അല്ല. കറക്ഷന് മേൽ കറക്ഷൻ കൊണ്ട് കീറി പറഞ്ഞിരിക്കുമ്പോഴാണ് നിങ്ങൾ അതിൻ്റെ മേൽ പറന്ന് വെട്ടുന്നത്. നോ, അതൊക്കെ വലിയ അവിവേകമാണ് കേട്ടോ. കുഞ്ഞുങ്ങളെ സങ്കടങ്ങൾ ഡീൽ ചെയ്യാൻ പഠിപ്പിക്കുന്നതിന് മുമ്പ് പേരൻസിനാണ് ആദ്യം ഡീൽ ചെയ്യാൻ പഠിപ്പിക്കേണ്ടത്. അവസാനമായിട്ട് സ്നേഹപൂർവ്വം ഒരു വാക്ക്, വീടൊരു കുമ്പസാരക്കൂടാക്കി മാറ്റണമെന്നേ. കുമ്പസാരക്കൂടിൻ്റെ പ്രത്യേകത എന്താ? എന്ത് വിഷമം ഞാൻ തുറന്നു പറയാം, എന്ത് സങ്കടം ഞാൻ തുറന്നു പറയാം, എല്ലാം നിശബ്ദതയോടെ കരുണയോടെ കേട്ടിരിക്കും. അതാവണം വീട്. ഒരപ്പൻ ഒരമ്മയൊക്കെ കർത്താവിൻ്റെ ലെവലിലേക്ക്, കുമ്പസാരക്കൊട്ടിരിക്കുന്ന വൈദികൻ ലെവലിലേക്ക് വളരണം. അപ്പോൾ കുഞ്ഞിന് ഓടി വരാൻ, കരയാൻ, കെട്ടിപ്പിടിക്കാൻ, പറയാൻ ഒരിടമുണ്ട്. ആ ഇടത്തിൻ്റെ പേരാണ് വീട്. നമുക്ക് ഈ നിമിഷം ആ ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഈ കുടുംബത്തെ മുഴുവൻ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. മക്കളെയൊക്കെ ഒന്ന് പൊതിഞ്ഞു പിടിച്ചേ. വലിയ ഹീലിംഗ് സംഭവിക്കുന്ന അനുഗ്രഹീത നിമിഷം, മാതാപിതാക്കളുടെ കരങ്ങളിലൂടെ സ്വർഗത്തിന് ശക്തി ഒഴുകുന്ന, സ്വർഗീയ സ്പർശനം ഒഴുകുന്ന നിമിഷം. അമ്മ മാതാവേ, അമ്മയുടെ മുമ്പിലെ ഹൃദയത്തിലേക്ക് ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പൊന്നുപോലെ നോക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും
ഇപ്പോൾ എന്നേക്കും. ആമേൻ. ശംശികായിക്ക് സ്തുതിയായിരിക്കട്ടെ. ശരിക്കും ഒരു കണ്ടന്റ് ഫിൽഡ് ആയിട്ടുള്ള എപ്പിസോഡ് തന്നെയായിരുന്നു. വിശുദ്ധ വീതിയുടെ മറ്റൊരു എപ്പിസോഡിനായി നമ്മൾക്ക് കാത്തിരിക്കാം. അൺടിൽ ദെൻ ഗുഡ് ബൈ. ശരിക്കും നല്ലൊരു കണ്ടന്റ് ഫിൽഡ്